നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു സർപ്രൈസ് എൻട്രിയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ കേരള BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു തലമുറ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അത് ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന സൂചനയും ലഭിച്ചു കഴിയുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിൽ ആർക്കൊക്കെയാണ് സാധ്യത, ആരായിരിക്കും വരാൻ പോകുന്നത്, ഈ ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയർ പരിശോധിച്ച് കഴിഞ്ഞാൽ, തിരഞ്ഞെടുപ്പ് രീതി നോക്കിക്കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു താല്പര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു നീക്കം പരീക്ഷിച്ചാൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു BJP നേതാവിനെ തിരഞ്ഞാൽ മറ്റാരുമല്ല, ഫയർ ബ്രാൻഡായ BJPയുടെ ഫയർ ബ്രാൻഡായി അറിയപ്പെടുന്ന, ക്രൗഡ് പുള്ളറായി അറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് അങ്ങനെ അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ പോകുന്നത്. ഈ വർഷത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, അടുത്ത വർഷം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇതിനെയൊക്കെ തന്നെ മുൻകൂട്ടി കണ്ട് ഇതിലൊക്കെ വലിയ നേട്ടം കൊയ്യാനായി ആഗ്രഹിച്ചുകൊണ്ട് BJP വലിയ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിലാണ് BJP നേതൃത്വം ഒരു ചേഞ്ചിലായി, ഒരു മാറ്റത്തിലേക്ക് പ്രവർത്തിക്കാനായി പോകുന്നുവെന്ന സൂചന നൽകുന്നത്. അങ്ങനെ BJPയെ നയിക്കാൻ ശോഭാ സുരേന്ദ്രൻ എത്തുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. CPM-നടക്കം കോൺഗ്രസിനടക്കം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. BJP ആര് നയിക്കും എന്നുള്ള കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഇന്ന് നാളെയുമായി ഡൽഹിയിൽ സംസ്ഥാന പ്രസിഡന്റുമാരുടെ സെലക്ഷൻ നടപടി പൂർത്തീകരിച്ച് K. സുരേന്ദ്രനെ പുറത്താക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം തുറന്നടിക്കും. ഇനി അതല്ല, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യവും അന്തിമ തീരുമാനമാകുന്നത് ഇക്കൂട്ടത്തിൽ തന്നെ ആയിരിക്കും. സാധാരണഗതിയിൽ അധ്യക്ഷ പദവിയിൽ 5 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കാനായി സാധിക്കില്ല. ഇപ്പോൾ സുരേന്ദ്രൻ്റെ 5 വർഷ കാലാവധി പരിധി അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു. പുതിയ അധ്യക്ഷ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ വൈകിയതിനും ചില കാരണങ്ങളുണ്ട്. 5 വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രന് പകരം പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. സീനിയോറിറ്റി പരിഗണിച്ച് നോക്കുമ്പോൾ സുരേന്ദ്രനേക്കാൾ മുന്നേ തന്നെ തിരഞ്ഞെടുക്കേണ്ട മറ്റൊരാൾ കൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തിക്കഴിഞ്ഞാൽ പുതിയൊരു നേതാവിൻ്റെ പേരും ഉയർന്നു കേൾക്കാമെന്നാണ് സൂചനകളുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പല പരീക്ഷണങ്ങളും ഒരുപക്ഷേ BJP നടത്തിയേക്കും. മണിപ്പൂരിലടക്കം ഏറ്റവും ഒടുവിൽ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് രാജിവെക്കാനുള്ള സമ്മർദ്ദം ചെലുത്തിയതടക്കം അങ്ങനെ ഒരു നീക്കം തന്നെ ആയിരുന്നു. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ വൈകിപ്പോയതെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പും അവിടെ മുഖ്യമന്ത്രിയായി വനിതാ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനം പുറത്തു വന്നതുമൊക്കെ കേരള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നതിൽ ചില സ്വാധീനം ചെലുത്തുമെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. K. സുരേന്ദ്രൻ അല്ല തുടരുന്നതെങ്കിൽ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന 2 പേരുകൾ, ഒന്ന് ആദ്യം സൂചിപ്പിച്ച ശോഭാ സുരേന്ദ്രൻ, രണ്ടാമതായി പറയുകയാണെങ്കിൽ MT രമേശ്. ഈ 2 പേരും എന്തുകൊണ്ടും അർഹരായിട്ടുള്ളവർ തന്നെയാണെന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. MT രമേശിനാണ് കേരളത്തിൽ മുൻഗണന ലഭിക്കുന്നതെന്നാണ് BJP നേതാക്കളുടെ അഭിപ്രായം. എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് MT രമേശിനുണ്ട് എന്നുള്ള സൂചനയും ഇതോടൊപ്പം തന്നെ നേതാക്കൾ നൽകുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ എത്തിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പിണക്കങ്ങളും വിഭാഗീയതയും ഒക്കെ തന്നെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ മറ്റു ചിലർ ശ്രമിക്കുമെന്നുള്ള ആരോപണം ഇതോടൊപ്പം ശക്തമായി ഉയരുന്നുണ്ട്. 5 വർഷം ആ സ്ഥാനത്ത് തുടരുന്നവർ ഒഴിയണമെന്നാണ് സാധാരണഗതിയിൽ BJPയുടെ നിയമാവലി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ നടക്കുന്നതുകൊണ്ട്, ഉടൻ തന്നെ സംഭവിക്കാനിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ഒരു മാറ്റം കൊണ്ടുവരേണ്ട, സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നുള്ള തീരുമാനവും കേന്ദ്ര നേതൃത്വത്തിന് കൈക്കൊള്ളാൻ കഴിയും. അങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തന്നെ സംഭവിക്കില്ല, ഇതുപോലെ തുടരും. ഏറെക്കാലമായി സംസ്ഥാന ഭാരവാഹിയായി മാത്രമാണ് MT രമേശ് തുടരുന്നത്. MT രമേശിനാണ് സീനിയോറിറ്റി ഉള്ളത്. അതിനെ മറികടന്ന് 2020-ൽ K. സുരേന്ദ്രനെ ദേശീയ നേതൃത്വം പാർട്ടി പ്രസിഡന്റാക്കി മാറ്റുകയാണ് ചെയ്തത്. ശബരിമല വിഷയമടക്കം സുരേന്ദ്രന് അനുകൂലമായി അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഗ്രൂപ്പ് വിഷയങ്ങളിൽ MT രമേശിന് നിലവിൽ എതിർപ്പുകളില്ല. രമേശ് സംസ്ഥാന അധ്യക്ഷനാകുന്നതിൽ വിയോജിപ്പുകളുമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല തീരുമാനമുള്ളത്. ഡൽഹിയിലെ പ്രത്യേക സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ട് അധ്യക്ഷ പദവിയിൽ വനിതാ പ്രാതിനിധ്യം വരണമെന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം പറയുന്ന പേര് ശോഭ തന്നെയാണ്. സംസ്ഥാന പാർട്ടിയിലെ തന്നെ ഏറ്റവും അധികം വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള, എവിടെ മത്സരിപ്പിച്ചാലും ഇരട്ടിയിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിവുള്ള, 1 ലക്ഷത്തിൽ കുറയാതെ വോട്ട് വിഹിതം ക്രമാതീതമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ക്രൗഡ് പുള്ളറായി തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ നോക്കിക്കാണുന്നത്. ഫയർ ബ്രാൻഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ശോഭയെ
കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറുഭാഗത്ത് മുരളീധരൻ സുരേന്ദ്രൻ സഖ്യത്തിലെ ഒരു വലിയ തലവേദന തന്നെയാണ് ശോഭ. അവരുടെ കണ്ണിലെ കരടാണെന്നുള്ള സൂചനകളും ഇടയ്ക്ക് മാധ്യമ വാർത്തകളിലൂടെ ഒക്കെ തന്നെ കേട്ട ഒരു വിഷയമായിരുന്നു. ദേശീയ തലത്തിലെ ഒരു വിഭാഗം നേതാക്കളുമായി, പ്രധാന മന്ത്രിമാരുമായി, മുഖ്യമന്ത്രിമാരുമായി ഒക്കെ തന്നെ ശോഭ സുരേന്ദ്രന് നല്ല ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ ഏവരും കണ്ടതാണ്, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെയും BJPയുടെ പ്രമുഖ നേതാക്കളെയും ഒക്കെ തന്നെ ശോഭയ്ക്ക് നാട്ടിലെത്തിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ തന്നെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ശോഭയ്ക്ക് അനുകൂലമായ രീതിയിൽ കേരളത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുള്ള ഏതാനും ചില സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. വിജയിച്ചാൽ ഉറപ്പായും ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള പ്രചരണം ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ തന്നെയായിരുന്നു ശക്തമായി ഉയർന്നു കേട്ടത്. ഇനിയിപ്പോൾ BJPയിൽ ഇത്തവണ പുതിയൊരു മുഖത്തെ പരീക്ഷിക്കാമെന്നുള്ളൊരു കരുതൽ ഉണ്ടായാൽ അപ്രതീക്ഷിതമായ ഒരു സർപ്രൈസ് എൻട്രി ഒരുപക്ഷെ നടന്നേക്കും. ഇനി RSSുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. RSSലെ ചില നേതാക്കളെ പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നടത്തിയേക്കുമെന്നുള്ള സൂചനയും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. കുമ്മനം രാജശേഖരൻ പോലെ നിരവധി ആളുകൾ BJP നേതൃനിരയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി കേന്ദ്രമന്ത്രി ആയി സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ ജോർജ് കുര്യനെയും പരിഗണിച്ച ഒരു സാഹചര്യത്തിൽ സാമുദായിക വോട്ടിലെ ഒരു പ്രത്യേക കൺസോൾട്ടേഷനൊക്കെ തന്നെ നോക്കിക്കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ പുതിയൊരു പരീക്ഷണം ഉണ്ടാകുമോ എന്നുള്ള സൂചനയും ഉയർന്നു കേൾക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന ആറ്റിങ്ങൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരൻ വലിയ തോതിൽ തന്നെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. ത്രികോണ മത്സരം ശരിക്കും നടന്നത് ആറ്റിങ്ങലിൽ മാത്രമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ വന്നാൽ മുരളീധരന് അധ്യക്ഷ പദവിയിലേക്കുള്ള സാധ്യത കൂടിയുണ്ട്. എന്നിരുന്നാലും അതിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ. കാരണം 2026 തിരഞ്ഞെടുപ്പിന് മുൻകൂട്ടി കണ്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹം ആറ്റിങ്ങൽ, കഴക്കൂട്ടം മണ്ഡലങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചന BJP നേതാക്കൾ തന്നെ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ആരാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇനിയിപ്പോൾ മാറ്റം നടത്തുമോ? അതിനു മുന്നേ ഒരു പൊളിച്ചെഴുത്തുണ്ടാകുമോ? ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുമോ? അതോ മറ്റാരെങ്കിലും ഇനി അപ്രതീക്ഷിതമായി കടന്നു വരുമോ? ഇതൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത്. ഇതുവരെ 11 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 36 പ്രസിഡന്റുമാരിൽ പകുതി പേരെയെങ്കിലും പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനി ദേശീയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാനായി സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കീറാമുട്ടിയായി നിൽക്കുന്നത്. ഉറപ്പായും ഈ വരും ദിവസങ്ങളിൽ ഇത് പ്രഖ്യാപിച്ചേ മുന്നോട്ട് നീങ്ങാനായി BJPക്ക് സാധിക്കും. 2020 മുതൽ JP നദ്ദയാണ് ദേശീയ അധ്യക്ഷനായി തുടരുന്നത്. അദ്ദേഹത്തെ എന്തായിരുന്നാലും മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിലാരായിരിക്കുമെന്നുള്ളതിൽ വ്യക്തമായൊരു സൂചന ഇപ്പോഴും ലഭിക്കുന്നില്ല. ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചാൽ മാത്രമേ അടുത്ത മാസമെങ്കിലും പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കഴിയൂവെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. ജനുവരി അവസാനത്തോടെ തന്നെ സംസ്ഥാന പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് ഫെബ്രുവരിയിൽ തന്നെ ദേശീയ പ്രസിഡന്റ് ആര് എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ BJP തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഡൽഹി തിരഞ്ഞെടുപ്പും മണിപ്പൂരിലെ വിഷയങ്ങളും ഇതൊക്കെ തന്നെ ഉണ്ടായപ്പോൾ ഇതിൽ നേരിയ കാലതാമസം നേരിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു സൂചന കൂടി നൽകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ, വരും മണിക്കൂറുകൾ തന്നെ ആ സർപ്രൈസ് പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈറ്റ്.